വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി ആണെങ്കിൽ ആൻമരിയുടെ അച്ഛന് ക്യാഷ് കൊടുത്ത ശേഷം പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട്, ആൻമരിയുടെ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം സങ്കടത്തോടെ എല്ലാവരോടും നന്ദി, എൻ്റെ മോളെ ഓർത്തതിന് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ മാറുന്നുണ്ട്. അതിനുശേഷം കളക്ടർ രണ്ട് വാക്ക് സംസാരിക്കുമെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ മൈക്കിനടുത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം എന്ന പോലെ, ഒരു കൗൺസിലിംഗ് ക്ലാസ് എന്ന പോലെയാണ് തൻ്റെ ജീവിതകഥയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ അവസാന ചവിട്ടുപടിയൊന്നുമല്ല, ഒരു നിർണായക ഘട്ടം തന്നെയാണ്. അതിനെ ധീരമായിട്ട് പോരാടുകയാണ് വേണ്ടത്. അല്പം മാർക്ക് കുറഞ്ഞു പോയി എന്ന് വെച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. പരാജയപ്പെട്ടു എന്ന് കരുതിയും അടുത്ത പടി നമ്മുടെ മുന്നിലുണ്ടാകും. ആരും ആത്മഹത്യ ഒരു പരിഹാരമൊന്നുമല്ല. തോമസ് ആൽവ എഡിസന്റെ ബൾബ് കണ്ടുപിടിച്ച ആ ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം 1000 പരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് പിന്നെ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ആദ്യത്തെ പരീക്ഷണത്തിൽ തോറ്റപ്പോൾ അദ്ദേഹം പിന്മാറിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മൾ ഈ ബൾബിൻ്റെ വെളിച്ചത്തിൽ ഇരിക്കില്ലായിരുന്നല്ലോ. അദ്ദേഹത്തോട് ആരോ ചോദിച്ചപ്പോൾ എനിക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ച് ഓരോ പരീക്ഷണവും നടത്തിയത്, അവസാനം വിജയത്തിലേക്ക് എത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവിതത്തിൽ പ്രയത്നവും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാനൊരു ചായക്കടക്കാരിയുടെ മകളാണ്. 3 പെൺമക്കളെയാണ് എൻ്റെ അമ്മ വളർത്തിയത്. അതിൽ എന്നെ പഠിപ്പിച്ച് IAS കാരിയാക്കാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആത്മവിശ്വാസം മതി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരത്തെ സങ്കടപ്പെട്ടിരുന്ന കുട്ടിയോടും ചോദിക്കുന്നുണ്ട്, മോൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. തുടർന്ന് കുറേയേറെ ഉപദേശങ്ങൾ നടത്തുന്നുണ്ട്. അവസാനം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ കൈയടിച്ച് ആകെ ഒരു സന്തോഷത്തിൽ തന്നെയാണ്. അതിനുശേഷം കാറിൽ അവർ തിരികെ പോകുമ്പോൾ അനുപല്ലവി പറയുന്നുണ്ട്, കുട്ടികളെല്ലാവരും വളരെ ടെൻഷനിലാണല്ലേ എന്ന്. അന്നേരം അതെ, അവർക്ക് ആത്മവിശ്വാസം പിന്നെ രക്ഷിതാക്കൾ മാത്രമല്ല ടീച്ചേഴ്സും ഒക്കെ ചേർന്ന് നൽകണം എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രാമേട്ട ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി നമ്മൾ നേരെ മധുരയിലേക്ക് അതൊരു പനീർശെൽവത്തിൻ്റെ വീട്ടിലേക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ സ്കിറ്റിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അവർ വണ്ടി നേരെ മധുരയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ശിവനാണെങ്കിൽ സണ്ണിയുടെ ആ ഒരു കൂട്ടുകാരൻ്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ശിവനാണെങ്കിൽ വണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്, സീറ്റിൽ ഇങ്ങനെ തടവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് താക്കോലെടുത്തുകൊണ്ട് സണ്ണി കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അന്നേരം കൂട്ടുകാരനെ ഏതോ ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്നേരം പറയുന്നുണ്ട്, ഞാനിപ്പോൾ വന്നത് പിന്നെ എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് വെറുതെ വേണ്ട, എൻ്റെ മയിൽവാഹനം നിൻ്റെ മുന്നിൽ പണയം വെക്കുകയാണ് വേണ്ടിയിട്ട് താക്കോൽ അങ്ങോട്ടത്തേക്ക് വെക്കുന്നുണ്ട്. അന്നേരം അതൊന്നും വേണ്ട, നിനക്ക് കാശ് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൻ്റെ മനസ്സിൽ കൊണ്ടുവന്നറിയാം എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് മുന്നേ പറയുന്നുണ്ട്, നിനക്ക് ചിലപ്പോൾ അത് തോന്നില്ല, പക്ഷെ നിൻ്റെ പാർട്ണർ അങ്കിളിനെ ചിലപ്പോൾ അത് വിഷമമായിട്ട് തോന്നുമെന്ന് പറഞ്ഞാണ് താക്കോൽ വെക്കുന്നത്. അന്നേരം അങ്കിളിന് നിന്നെ ശാസിക്കാനും പിന്നെ ഉപദേശിക്കാനും ഒക്കെ അധികാരം ഉള്ളത് കൊണ്ടല്ലേ പറഞ്ഞത്, നീ കേട്ടിട്ടില്ലേ പിന്നെ അധികാരമുള്ളിടത്തെ പരിഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന്. അന്നേരം അതൊക്കെ ശരി തന്നെ, നിൻ്റെ വേദാന്തം കേട്ടോണ്ടിരിക്കുന്ന സമയമൊന്നും എനിക്കില്ല, നീ എനിക്ക് കുറച്ച് കാശ് താന്ന് പറയുകയാണ്. അന്നേരം നീ എത്രയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ തിരിച്ചു തരാൻ പറ്റുന്നതും എനിക്ക് തരാൻ പറ്റാവുന്നതായ കാശ് നിൻ്റെ സ്നേഹം പോലെ അത് എത്രയാണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് എത്രയും പെട്ടെന്ന് നീ എന്നെ ഒഴിവാക്കിയാൽ ഞാൻ നിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഈ കൂട്ടുകാരനാണെങ്കിൽ കുറച്ച് ഒരു 500 കുറച്ച് ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നീ ഒക്കുമ്പോൾ തിരിച്ചു തന്നാൽ മതി, പിന്നെ വണ്ടിയൊന്നും വെക്കേണ്ട എന്ന് പറഞ്ഞിട്ട് താക്കോലെടുത്ത് കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയുകയാണ്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, പിന്നെ രാജ്യവും പിന്നെ രാജാവിനെയൊക്കെ വിട്ടെറിഞ്ഞു വന്ന രാജകുമാരന് സഹായിക്കുന്നവർ ആരായാലും ദൈവതുല്യം തന്നെയാണ്. അപ്പോൾ നീ എനിക്ക് ദൈവതുല്യം തന്നെയാണ്. നീ കേട്ടിട്ടില്ലേ, ചിലർ അറിഞ്ഞ് ജീവിക്കും, ചിലർ അറിയാതെ ജീവിക്കും എന്നുള്ളത്. ഉള്ളവൻ അറിഞ്ഞ് ജീവിക്കും, ഇല്ലാത്തവൻ അറിയാതെ ജീവിക്കുമെന്ന്. ഇനി എനിക്കൊന്ന് അറിഞ്ഞ് ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കാശ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇതവിടെ ഇരുന്നാലേ തിരിച്ചെടുക്കാനായിട്ട് എനിക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമത്തോടെ ശിവൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് ശേഷം വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് വണ്ടി ഇങ്ങനെ നോക്കി ഒന്ന് സീറ്റിലേക്കും ഒക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശിവനങ്ങ് പോവുകയാണ്. അത് ഈ സണ്ണിയല്ല, ആ ഒരു കൂട്ടുകാരനാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ആ കൂട്ടുകാരന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അന്നേരം ശിവൻ നടന്നു പോകുമ്പോൾ ശിവന് കണ്ണൊക്കെ നിറയുന്നുണ്ട്. കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് ആ കാശും കൊണ്ട് ശിവൻ അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ പിള്ളയോടൊപ്പം തിരിച്ചു പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല. വഴിയിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അന്നേരം പിള്ള ചോദിക്കുന്നുണ്ട്, നമുക്ക് പിന്നെ ദിവസം അന്വേഷിച്ച് പോയാൽ പോരെ? അന്നേരം പോരാ, അവനെ ഇന്ന് വീട്ടിൽ കൊണ്ടുപോകണം. അവൻ എന്തിനാ എന്നെ കാണാതെ ഇങ്ങനെ നടക്കുന്നത്, എന്താ അവൻ്റെ പ്രശ്നമെന്ന് എനിക്ക് അറിയണമെന്നും പറഞ്ഞ് ഇങ്ങനെ റോഡ് ഒക്കെ നടക്കുന്നുണ്ട്. അന്നേരം ഒരു ബേക്കറിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ദാഹിക്കുന്നില്ലോടോ, വെള്ളം വല്ലതും കുടിക്കാമെന്ന് പറയുമ്പോൾ സോഡ ആരെങ്കിലും മതിയും ചോദിക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് അവിടെ വെളിയിൽ തന്നെ ഒരു സ്റ്റൂളുണ്ട്, അവിടേക്ക് രാഘവൻ നായർ ഇരുത്തുന്നുണ്ട്. തുടർന്ന് 2 സോഡ ആരെങ്കിലും
പറയുന്നുണ്ട്. പിള്ള അകത്ത് പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അന്നേരവും രാഘവൻ നായർ ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർ കുടിച്ചിട്ട് എടോ ഇതിന് മധുരം ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം സാറിന് മധുരം കുറവല്ലേ കഴിച്ചുകൂടാന്ന് പറയുമ്പോൾ എനിക്ക് മധുരം കഴിക്കാം, താൻ പോയി കുറച്ച് മധുരം ഇട്ടുകൊണ്ട് വന്നേന്നും പറഞ്ഞ് പിള്ളയെ വീണ്ടും അകത്തേക്ക് ഗ്ലാസ്സുമായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അതേസമയവും രാഘവൻ നായർ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുകയാണ്. പെട്ടെന്നാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ശിവനാണെങ്കിൽ അവിടെ നിന്ന് ശിവനെയാണ് കാണിക്കുന്നത്. ശിവൻ അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ്. പെട്ടെന്ന് രാഘവൻ നായർ നോക്കുമ്പോൾ അത് വിഷ്ണു ആയിട്ടാണ് രാഘവൻ നായർക്ക് തോന്നുന്നത്. അന്നേരം അയ്യോ അത് വിഷ്ണു അല്ലേ, അയ്യോ അവൻ അവിടെ നിൽക്കുകയാണോ എന്നും പറഞ്ഞ് രാഘവൻ നായർ പതുക്കെ നടന്ന് ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ അന്നേരം ശിവനാണെങ്കിൽ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് മുന്നോട്ടങ്ങ് നടന്നു പോവുകയാണ്. രാഘവൻ നായർ പിന്നാലെ വിളിക്കുന്നുണ്ട്, എടാ വിഷ്ണു മക്കളെ നിൽക്കടാ, അച്ഛന് വയ്യാത്തയാണ്, നടക്കാൻ വയ്യ, നിൽക്കി എന്ന് പറഞ്ഞ് രാഘവൻ നായർ പിന്നാലെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ ശിവനത് കേൾക്കുന്നില്ല. ശിവൻ ഇങ്ങനെ വേറെന്തൊക്കെ ആലോചിച്ച് നടന്നു പോവുകയാണ്. എന്നിട്ട് ഇവനിത് എങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് നടക്കാനും വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശിവനാണെങ്കിൽ തിരിഞ്ഞൊരു മാർക്കറ്റിലൂടെയൊക്കെ കയറുമ്പോൾ എടാ വിഷ്ണു എന്നിങ്ങനെ രാഘവൻ നായർ ഉറക്കനെ വിളിക്കുമ്പോൾ ശിവൻ പെട്ടെന്ന് ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ രാഘവൻ നായർ ഓടി വരുന്നുണ്ട്. എന്നിട്ട് എടാ മക്കളെ നീ എവിടെയായിരുന്നടാ, അച്ഛനെ ഇട്ടിട്ട് നീ എന്താ വീട്ടിലേക്ക് വരാത്തത്, അച്ഛൻ എവിടെയൊക്കെ അന്വേഷിച്ചു, വയ്യാത്ത അച്ഛനെ ഇട്ടിട്ട് നീ എവിടെ പോയി എന്നും പറഞ്ഞ് ശിവനെ അങ്ങ് പിടിക്കുകയും കയ്യിൽ പിടിക്കുകയും തലയിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശിവൻ ഇതിങ്ങനെ ആദ്യം അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങളോ, നീ എന്തുവാടാ വിളിച്ചത്, ഞാൻ നിൻ്റെ അച്ഛനാടാ രാഘവൻ നായർ, നീ ഇത് എവിടെയൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ എൻ്റെ മോൻ വിഷ്ണു, ഞാൻ നിൻ്റെ അച്ഛൻ രാഘവൻ നായർ, നീ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, നിൻ്റെ അമ്മ അവിടെ കാത്തിരിക്കുകയാണ്, അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പോകാമോ, നീ ഞങ്ങളെ ആലോചിക്കേണ്ട, നിൻ്റെ ഭാര്യ 2 പിള്ളേർ അവരൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ വീട്ടിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ ശിവൻ ആകപ്പാടെ അങ്ങോട്ട് കൺഫ്യൂഷനിലാവുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ പറഞ്ഞത് തന്നെയാണല്ലോ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിപ്പോൾ ഒന്ന് ഇടപെടാനും ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ടും രാഘവൻ നായർ പറയുന്നുണ്ട് വാടാ മക്കളെ, അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ, അച്ഛന് വയ്യാത്തതല്ലേടാ എന്നൊക്കെ പറയുമ്പോൾ ശിവന് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട് ചേട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാനല്ല, ഞാൻ വിഷ്ണു അല്ല, ഞാൻ ശിവനാണ് എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്തുവാടാ ഈ പറയുന്നത്, നീ എന്നോട് പിണങ്ങി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് വീണ്ടും ശിവനെ പിടിവിടുന്നില്ല. അന്നേരം വിട് വാ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് ബലമായിട്ട് ശിവനെ പിടിക്കുകയാണ്. അതേസമയം പിള്ളയാണെങ്കിൽ അവിടെ വെള്ളം കൊണ്ട് തിരിച്ചു വരുമ്പോൾ രാഘവൻ നായരെ കാണുന്നില്ല. അന്നേരം അയ്യോ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കടക്കാരൻ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കും, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അന്നേരം വെള്ളം തിരികെ കൊടുത്തിട്ട് രാഘവൻ സാറേന്ന് വിളിച്ചുകൊണ്ട് പിള്ളയും ആ റോഡെ ഇങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് പിന്നെ ശിവനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കണം, വാ വന്നേ പോവാമെന്നും പറഞ്ഞു. ഈ സമയത്ത് കുട്ടിയാണെങ്കിൽ ഇങ്ങനെ സ്കൂട്ടിയിൽ വരുന്നുണ്ട്. അന്നേരം അച്ചമ്പീന്ന് വിളിക്കുകയാണ്. അന്നേരം എന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ തിരിയുമ്പോൾ ഇതേതാടാ ഇവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കുട്ടി, എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും അച്ചമ്പി എന്നൊക്കെ ശിവന് പരിചയമുള്ള ആളാണ് നിൽക്കുന്നതെന്ന് കരുതി കുട്ടി അങ്ങോട്ട് പറയുകയാണ്. അന്നേരം നീ ഒന്ന് വണ്ടി എടുത്തേ നമുക്ക് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്, ശിവൻ പറയുന്നുണ്ട്. പെട്ടെന്ന് കുട്ടി വണ്ടി എടുക്കുമ്പോൾ ശിവൻ പറയിലേക്ക് കയറുന്നുണ്ട്. അന്നേരം എന്നെ വിട്ടിട്ട് പോവല്ലേടാ മക്കളെ വിഷ്ണു എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ വിളിച്ച് കരയുകയാണ്. ശിവനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ശിവനെ പക്ഷേ രാഘവൻ നായർ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കുട്ടി അങ്ങ് വണ്ടി എടുക്കുമ്പോൾ രാഘവൻ നായർ അങ്ങ് ശിവനങ്ങ് പോകുന്നുണ്ടല്ലോ, അപ്പം അങ്ങ് തറയിലേക്ക് വീഴുന്നുണ്ട്. അയ്യോ എന്നും പറഞ്ഞ് വീഴുമ്പോൾ എടാ മോനെ എന്നും പറഞ്ഞ് രാഘവൻ നായർ വീഴ്ചയിലും കിടന്ന് കരയുകയാണ്. അന്നേരം ശിവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രാഘവൻ നായർ വീഴുന്ന കാണുന്നുണ്ട്. അന്നേരം വണ്ടി നിർത്തുക എന്ന് പറഞ്ഞിട്ട് ശിവൻ അച്ഛാന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അതിന് മുന്നേ പറയുന്നുണ്ട് അച്ഛൻ്റെ മോൻ ഞാനല്ല, ഞാൻ ശിവനാണെന്നൊക്കെ ആദ്യമേ പറയുന്നുണ്ട്. അതിന് ആദ്യം നിങ്ങളെന്ന് വിളിച്ചിട്ട് പിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് പിന്നെ അച്ഛാന്ന് വിളിച്ച് ശിവൻ പറയുന്നുണ്ട്. അതിന് ശേഷമാണ് രാഘവൻ നായർ പെട്ടെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ശിവൻ വന്നിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അച്ഛൻ്റെ മകനല്ല ഞാൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം അല്ല നീ എൻ്റെ മോൻ തന്നെയാണെന്ന് പറഞ്ഞിങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഈ സമയത്ത് പിള്ളയാണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്താ പറ്റി, എന്താ രാഘവൻ സാറേ എന്നും പറഞ്ഞ് വരികയാണ്. അതിന് സുഖമില്ലാത്ത ആളിനെ ഇങ്ങനെ ഒറ്റയ്ക്കാണോ വിടുന്നതെന്ന് ഇങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കൂടെ ഉണ്ടായിരുന്നതാണ്, വിഷ്ണു കുഞ്ഞിനെ കാണാത്തതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശിവനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ആരായി വിഷ്ണു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവൻ സാറിൻ്റെ മകനാണ്, അതൊക്കെ ഒരു വലിയ കഥയാണ് എന്നിങ്ങനെ പറഞ്ഞ് പിള്ള എന്തോ പറയാനായിട്ട് വരുന്നു. ശിവൻ ഇത് കേൾക്കാനായിട്ട് നിൽക്കുന്നു. പക്ഷേ രാഘവൻ നായർ അന്നേരവും ശിവനെ അങ്ങ് പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിക്കുമ്പോൾ മക്കളെ അച്ഛനെ വിട്ടിട്ട് പോവല്ലേടാ, അച്ഛന് വയ്യാത്തല്ലേടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചങ്ങ് കരച്ചിലാണ്. അന്നേരം ശിവനാണെങ്കിൽ ആകപ്പാടെ അങ്ങോട്ട് വിഷമവും തോന്നുകയാണ്. ഇത്രയും സീനാകുമ്പോൾ കുട്ടി ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇത്രയും സീനാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ രാഘവൻ നായരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് മിക്കവാറും ശിവനാണെങ്കിൽ രാഘവൻ നായരെയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകുമായിരിക്കും ചെല്ലുന്നത് വരെ. അപ്പോൾ അത് ആ ഭാമയുടെ വീടാണെന്നുള്ളത് കാണും. പിന്നീട് ശിവനിപ്പോൾ ഒരു നിലനിൽപ്പില്ലല്ലോ, ജോലിയില്ലല്ലോ.
അപ്പോൾ ആ ഒരു പണം പിരിക്കാനായിട്ട് സത്യഭാമ നേരത്തെ കൊടുത്ത ഒരു ഓഫർ അവിടെ ശിവൻ സ്വീകരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും കഥ ഇനി മുന്നോട്ട് പോകുന്നത്. ഇതേസമയം ശാലിനി അവിടെ മധുരയിലെത്തും. ആ ഒരു ദഹിപ്പിച്ച ആളിനെയൊക്കെ കാണണം. ആ ഒരു തുടരന്വേഷണമൊക്കെ അവിടെ നടത്തുന്നതൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.